കാൽനൂറ്റാണ്ടുകാലം കൈവെള്ളയിൽ വെച്ച് നടന്ന കുന്നത്തൂർ കൈവിട്ടപ്പോൾ തോൽവിയുടെ കാരണങ്ങൾ തപ്പിപ്പിടിക്കാനുള്ള ഓട്ടത്തിലാണ് മുൻ MLA കോവൂർ കുഞ്ഞുമോൻ. വികസനം കുത്തിയൊഴുക്കിയ മണ്ണിൽ വോട്ടുകൾ ചോർന്നത് എങ്ങനെയെന്ന ആദ്യ ഒരു വശത്ത്, മുഖ്യമന്ത്രിയെ അനുകരിക്കാൻ പോയി വാങ്ങിയ കറുത്ത കാറിനെ ചൊല്ലിയുള്ള പഴി മറുവശത്ത്. പരാജയ ഭാരത്തിനിടയിലും തന്റെ ഇഷ്ടവാഹനത്തെയും വികസന റെക്കോർഡുകളെയും കുറിച്ച് കുഞ്ഞുമോൻ മനസ്സു തുറന്നു. ആ കറുത്ത കാറും വിൽക്കേണ്ടി വന്നു കുഞ്ഞുമോന്. അവിവാഹിതനായി തുടർന്നതും പൊതുപ്രവർത്തനത്തിന് വേണ്ടിയാണ്. കുന്നത്തൂരിൽ തോൽവി എത്തുമ്പോൾ കാറും പോയി കുഞ്ഞുമോന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കറുത്ത കാറിൽ തലങ്ങും വിലങ്ങും പായുന്നത് കണ്ടപ്പോൾ ഉള്ളിലുദിച്ച മോഹമാണ് കുഞ്ഞുമോനെ പുലിവാലി പിടിപ്പിച്ചത്. സ്വന്തമായി വീടില്ലാത്ത താൻ ചിട്ടികളിൽ ചേർന്ന് സ്വരൂപിച്ച് 27 ലക്ഷം രൂപ കൊണ്ടാണ് ആ ആഗ്രഹം സാധിച്ചത്. എന്നാൽ സംസ്ഥാനത്ത് കത്തിനിന്ന കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കും ഭരണവിരുദ്ധ വികാരത്തിനുമിടയിൽ കുഞ്ഞുമോന്റെ ഈ ബ്ലാക്ക് ലവ് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശമാണ് നൽകിയത്. ഇഷ്ടപ്പെട്ട കാർ വാങ്ങാൻ ജനപ്രതിനിധിക്ക് അവകാശമില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയോടുള്ള അമർഷം കുഞ്ഞുമോന്റെ കാറിന് നേരെയും തിരിഞ്ഞെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ കാറാണ് തിരഞ്ഞെടുപ്പ് ചിലവിനായി വിറ്റത്. അങ്ങനെ കാറും പോയി തോൽക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിലെ തണുപ്പൻ മട്ടാണ് വിനയായതെന്ന് കുഞ്ഞുമോൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. വികസനം റീൽസുകളാക്കി മാറ്റാൻ മറന്നുപോയി. ഫ്ലക്സ് വെച്ചോ പരസ്യപലകകൾ സ്ഥാപിച്ചോ പ്രശസ്തി നേടാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് തന്നെ നേരിട്ടറിയാമെന്ന വിശ്വാസത്തിലായിരുന്നു. പക്ഷേ കാലം മാറി. റീൽസ് ഇല്ലെങ്കിൽ വോട്ടില്ലെന്ന അവസ്ഥയായത് വൈകിയാണ് മനസ്സിലായത്. കുഞ്ഞുമോൻ പശ്ചാത്താപത്തോടെ പറയുന്നു. കിഫ്ബി കുന്നത്തൂരിനെ കൈവിട്ടെന്ന ആരോപണങ്ങളെ കുഞ്ഞുമോൻ കണക്കുകൾ നിരത്തി പ്രതിരോധിക്കുന്നു. മൈനാഗപ്പള്ളി റെയിൽവേ മേൽപ്പാലം, ശാസ്താംകോട്ട മിനി സിവിൽ സ്റ്റേഷൻ, കണ്ണക്കാട്ട് കടവ് പാലം, ഇങ്ങനെ കോടികളുടെ പദ്ധതികൾ കൊണ്ടുവന്നിട്ടും വോട്ട് പെട്ടിയിലായില്ല. 10 വർഷം ഇന്ത്യയിൽ ഒരിടത്തും നടക്കാത്ത വികസനം കേരളത്തിൽ നടന്നിട്ടും ജനങ്ങളത് അംഗീകരിച്ചില്ലെന്നത് അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തുന്നു. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയിൽ എങ്ങനെ വിള്ളലുണ്ടായി എന്നത് സംസ്ഥാന നേതൃത്വം ഗൗരവമായി പരിശോധിക്കണമെന്നാണ് കുഞ്ഞുമോന്റെ ആവശ്യം. 25 വർഷത്തെ ജനകീയ ബന്ധത്തിന് മുകളിൽ എങ്ങനെ ഭരണവിരുദ്ധ വികാരം ആധിപത്യം സ്ഥാപിച്ചു എന്നത് പാർട്ടിയെ സംബന്ധിച്ചും വലിയ തലവേദനയാണ്. എന്തായാലും കറുത്ത കാറും കരിഞ്ഞ വികസന സ്വപ്നങ്ങളുമായി കുന്നത്തൂരിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ഇപ്പോൾ ചർച്ചാ വിഷയമാണ്.